ദക്ഷിണ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു ഹക്കോബയുടെ കുർത്തിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ലൈനിങ്ങും ഇതുപോലെ ഹക്കോബയ്ക്കുള്ള തുണി എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്ക് തുണി എങ്ങനെയാണെന്ന് പരിചയപ്പെടാം. ഇതിൻ്റെ കളർന്ന് വന്നിരിക്കുന്നത് ഒരു ടീൽ ബ്ലൂ കളറാണ്. അപ്പോൾ ഇത് 2.5 മീറ്റർ എടുത്തിട്ടുണ്ട്. ഇത് ഹക്കോബയുടെ തുണിയാണ്. ഇത് 2.5 മീറ്റർ എടുത്തിട്ടുണ്ട്. അതിന് ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നെക്ക് ചെയ്തിരിക്കുന്നത് കീ ഹോൾ മോഡലിലാണ് നെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ നമ്മളിത് കസ്റ്റമൈസേഷൻ ചെയ്യാവുന്ന കുർത്തിയാണ്. ഇത് ഏതളവിലാണെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇതിൻ്റെ 2 കളറുണ്ട്. ഒന്ന് ഈ കളറും രണ്ടാമത്തത് ഒരു ബോട്ടിൽ ഗ്രീൻ കളറാണ്. അപ്പം നിങ്ങൾക്ക് ഇതിലേത് കുർത്തിക്ക് വേണേലും ഏത് സൈസിൽ വേണേലും നമുക്ക് പിന്നെ താഴെ കാണുന്ന വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. എന്നിട്ട് ഏതാ സൈസെന്നൊന്ന് ഇൻഫോം ചെയ്താൽ മതി. അപ്പം നമുക്ക് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ വേറെയും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും തൽക്കാലം കാണിക്കുന്നുള്ളേ. ഇപ്പോൾ ഈ 2 കളറിൽ ഏത് കളർ വേണേലും, അഥവാ ഇനിയിപ്പോൾ കളർ വേരിയേഷൻ കളർ വേറെ വേണമെങ്കിലും ഒന്ന് താഴെ പറഞ്ഞാൽ മതി. അപ്പോൾ ഇനി നമുക്ക് ലൈനിങ് ഒന്ന് നിവർത്തിയിടണേ. ലൈനിങ് നമ്മൾ നിവർത്തിയിട്ടിട്ടുണ്ട്, മൊത്തത്തിൽ നിവർത്തിയിട്ടിട്ടുണ്ട്. ഇനി എന്നിട്ട് ലൈനിങ്ങിൻ്റെ 2 ഭാഗങ്ങളുണ്ടല്ലോ, ആ ഭാഗങ്ങൾ തമ്മിൽ കൂട്ടിച്ചേർത്തിട്ട് അപ്പോൾ നമുക്ക് 2 ഭാഗമായിട്ട് കിട്ടും. പിന്നെ നമ്മൾ ഒന്നും കൂടി മടക്കും. നമ്മുടെ കുർത്തി എന്ന് പറയുന്നത് 40 ഇഞ്ചാണ്. ഇപ്പം നമ്മുടെ കുർത്തിയുടെ ലെങ്ത് എന്ന് പറയുന്നത് 45 ഇഞ്ചാണ്. അതിൽ 2-3 ഇഞ്ച് കുറച്ചിട്ട് നമുക്ക് ലെങ്ത് എടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് നമ്മൾ ലെങ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുർത്തി നമ്മൾ ചെയ്യുന്നത് ബോട്ട് നെക്കിലാണ്. ബോട്ട് നെക്കിൽ കീ ഹോൾ നെക്കിലാണ് നമ്മൾ ഈ കുർത്തി ചെയ്യുന്നത്. അപ്പം ലാർജ് സൈസിൻ്റെയാണ് ഈ കുർത്തി ചെയ്യുന്നത്. നമ്മൾ ലാർജ് സൈസിൻ്റെ. അപ്പം ഷോൾഡറിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് 7 ഇഞ്ചാണ്. ഷോൾഡർ എടുക്കുന്നത് അവിടുന്ന് 7 ഇഞ്ച് തന്നെ താഴോട്ട് ആം ഹോളിൻ്റെ ലെങ്ത് ഒരുക്കുവാണ്. രണ്ട് സൈഡിലും 7 ഇഞ്ച് തന്നെ കറക്റ്റ്. ഇത് നമ്മുടെ ചെസ്റ്റിൻ്റെ ലൈന്. ഇനി എന്നിട്ട് ഇത് നമുക്ക് ചെസ്റ്റിൻ്റെ ലൈൻ കിട്ടി. ഇനി അതേപോലെ വേസ്റ്റിൻ്റെ ലൈന് താഴോട്ട്, ഷോൾഡറിൽ നിന്ന് താഴോട്ട് 14 ഇഞ്ചാണ് വേസ്റ്റിൻ്റെ ലൈന്. അതേപോലെ 2 സൈഡിലും വേസ്റ്റിൻ്റെ ലൈന് മാർക്ക് ചെയ്യാം. ഹിപ്പിൻ്റെ ലൈൻ എന്ന് പറയുന്നത് ഷോൾഡറിൽ നിന്ന് 21 ഇഞ്ച് താഴോട്ടാണ്. താഴോട്ട് അതും 21 ഇഞ്ച് 2 സൈഡിലും മാർക്ക് ചെയ്യണം. എന്നിട്ട് ഇതൊരു ലൈൻ അങ്ങ് വരയ്ക്കണം. നമുക്ക് അളവുകൾ മാർക്ക് ചെയ്യാം. ഇത് ലാർജ് സൈസിലായതുകൊണ്ട് ഇവിടുത്തെ വണ്ണം എടുക്കുന്നത് 10.5 ഇഞ്ചാണ്. 10.5 ഇഞ്ച്. അവിടുന്ന് 2 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇതപ്പോൾ നമുക്ക് ചെസ്റ്റ് കിട്ടി. നമുക്കിനി വേസ്റ്റിൻ്റെ വണ്ണം എന്ന് പറയുന്നത് 9.25 ഇഞ്ച്. വേസ്റ്റിൻ്റെ വണ്ണം എന്ന് പറയുന്നത് 9.25 ഇഞ്ച്. അവിടുന്ന് 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൂട്ടി 11.25 ഇഞ്ച്. ഹിപ്പിൻ്റെ വണ്ണം എന്ന് പറയുന്നത് 11 ഇഞ്ച്. ഹിപ്പിൻ്റെ വണ്ണം 11 ഇഞ്ച്. 1 ഇഞ്ചിയുടെ കൂട്ടി തയ്യൽ തുമ്പ്. ഇവിടെ മേലെ 2 ഇഞ്ചും ഇവിടെ 1 ഇഞ്ചും മാത്രം മതി. ഇനി നമുക്ക് താഴെ നമുക്ക് സ്ലിറ്റിൻ്റെ വണ്ണം എടുക്കണം. ഇവിടുത്തേക്കാളും 1 ഇഞ്ച് കൂട്ടി വേണേ സ്ലിറ്റ് എടുക്കാൻ. ഇവിടെ ഇപ്പോൾ 12 ഉള്ളതുകൊണ്ട് ഇവിടെ 13 മാർക്ക് ചെയ്യുക. എന്നിട്ട് സ്ലിറ്റിൽ നിന്നും താഴോട്ട് ഒരു ലൈൻ വരയ്ക്കുക. ചെസ്റ്റിൽ നിന്ന് വേസ്റ്റിലേക്ക് ഷേപ്പ് ചെയ്യുക. അവിടെ നിന്ന് ഹിപ്പിലേക്ക് ഷേപ്പ് ചെയ്യുക. ഇനി എന്നിട്ട് നമുക്ക് ആം ഹോൾ ഒന്ന് കുഴിച്ചു വരയ്ക്കണം. ആം ഹോളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 7 ഇഞ്ച്. അവിടെ നിന്ന് 3.5 ഇഞ്ച് ഹാഫ് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ 3.5 ഇഞ്ചിൽ നിന്ന് നമുക്ക് ചെസ്റ്റിലേക്കൊരു ഷേപ്പ് കൊടുക്കണം. അങ്ങനെ നമ്മൾ ആം ഹോൾ കർവ് എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ചെസ്റ്റിലേക്കൊരു ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മുടെ നെക്ക് കട്ട് ചെയ്യുന്നില്ല. നെക്ക് നമുക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്യാം. അപ്പോൾ ഇത് നമുക്കൊന്ന്
കട്ട് ചെയ്യാം. നമ്മുടെ ചെസ്റ്റിൻ്റെ ഇത് 4 തുണിയും പിടിച്ചിട്ട് ഇവിടെ ഒരു നോട്ട് കൊടുക്കുക, ചെസ്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടി. അതേപോലെ വേസ്റ്റിൻ്റെ ഭാഗം അറിയാൻ വേണ്ടി ഈ സൈഡിൽ ഓരോ നോട്ട് കൊടുക്കുക. അതേപോലെ ഹിപ്പിൻ്റെ പോർഷനിലും നമ്മളിതുപോലെ ഒരു നോട്ട് കൊടുക്കണേ. ഇതിപ്പോൾ ഒരു സൈഡിൽ നമ്മൾ വരച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് തട്ടിക്കൊടുക്കണേ. ഇനി നമ്മൾ ഇതിൽ ചെയ്യുന്നത് നമ്മുടെ ഷോൾഡർ ഒരുമിച്ചായിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് സെപ്പറേറ്റ് ആക്കാം. എന്നിട്ട് ഇതിനകത്ത് നിന്ന് ഒരു ഭാഗമാണ് മാറ്റണം. നമ്മൾ ഇനി ചെയ്യാനുള്ളത് ഫ്രണ്ട് ആം ഹോളൊന്ന് പിടിച്ചു വെക്കണേ. ഒരു 1/2 ഇഞ്ചിൽ നമുക്ക് ഫ്രണ്ട് ആം ഹോളൊന്ന് പിടിച്ചു വെക്കണം. ഇത് ഫ്രണ്ട് ആണെന്ന് അറിയാൻ വേണ്ടി ഒരു ചെറിയ നോട്ടും കൊടുക്കണം. ഇനി എന്നിട്ട് നമുക്ക് ഇതേ അളവിൽ ഫ്രണ്ടും ബാക്കും നമുക്ക് നല്ല തുണിയിലൊന്ന് കട്ട് ചെയ്യണേ. അപ്പം നമ്മൾ ലൈനിങ്ങിൻ്റെ അളവിൽ നമ്മൾ ഫ്രണ്ടും ബാക്കും നല്ല തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചെസ്റ്റ് വരുന്നത് ഇവിടെയാണ്. നമ്മുടെ ചെസ്റ്റ് വരുന്നത് കറക്റ്റ് 10.5 ഇഞ്ചിലാണ് ചെസ്റ്റ്. എന്നിട്ട് നമുക്ക് ഈ ഷോൾഡർ ആം ഹോളിൻ്റെ റൗണ്ട് ഒന്ന് അളന്ന് നോക്കണം. ഇവിടെ നിന്ന് 1/2 ഇഞ്ച് നമ്മൾ അകത്തോട്ട് മാറ്റിയിട്ട് നമ്മളിങ്ങനെയൊന്ന് ആം ഹോൾ ചുറ്റും ഒന്ന് അളക്കണം. നമ്മൾ ഈ 1/2 ഇഞ്ചിലല്ലേ തയ്യൽ തുമ്പ് വരുന്നത്. അളന്ന് നോക്കുമ്പോൾ ഇവിടെ 10 ഇഞ്ച് കിട്ടുമേ. ഈ 10ൽ നിന്ന് 1 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് വേണം നമ്മൾ കൈ കട്ട് ചെയ്യാൻ, ആം ഹോൾ കട്ട് ചെയ്യാൻ. അപ്പോൾ 10ൽ നിന്ന് 1 പോയാൽ 9 ഇഞ്ച്. അപ്പം നമുക്ക് സ്ലീവ് ഇപ്പോൾ 2ആയിട്ടാണ് കിടക്കുന്നത്. ഒരു മടക്കൂടെ ഇട്ടിട്ട് 4ആയിട്ട് സ്ലീവ് ഒന്ന് മടക്കിയിടാം. സ്ലീവ് മടക്കിയിട്ടു. ഇനി എന്നിട്ട് നമ്മൾ ആ 10ൽ നിന്ന് 1 കുറച്ചിട്ട് 9 എടുക്കണമെന്ന് പറഞ്ഞല്ലോ. ആ 9 ഇവിടെ മാർക്ക് ചെയ്യണം. ആ 9 ആം ഹോളിൻ്റെ റൗണ്ട് എടുത്തിട്ട് ഇവിടെ നിന്ന് താഴോട്ട് ഒരു 3.25 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തു. ഇനി എന്നിട്ട് നമ്മൾ ഈ കോർണറിൽ നിന്ന് ഷേപ്പ് ചെയ്ത് ആം ഹോളിൻ്റെ അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ മുട്ടിക്കുക. മുട്ടിച്ചയച്ച് ഇനി എന്നിട്ട് നമ്മുടെ ഈ ആം ഹോൾ ഇവിടെ നമ്മുടെ ഒരു മസിലിൻ്റെ വണ്ണമുണ്ട്. ആ വണ്ണമെന്ന് പറയുന്നത് 8.5 ഇഞ്ചാണ്. 8.5 ഇഞ്ച്. നമ്മുടെ ഷോർട്ട് സ്ലീവിൻ്റെ വണ്ണമെന്ന് പറയുന്നത് 7.5 ഇഞ്ച്. 7.5 ഇഞ്ച്. താഴെ 5.5 ഇഞ്ച്. എല്ലാത്തിൻ്റെ കൂടെയും 2 ഇഞ്ച് തയ്യൽ തുമ്പൂടെ തന്നെ മാർക്ക് ചെയ്യണേ. എന്നിട്ട് ഇതെല്ലാം തമ്മിൽ നമുക്കൊന്ന് ഷേപ്പ് ചെയ്യണം. എന്നിട്ട് നമുക്കൊന്ന് സ്ലീവ് ഒന്ന് കട്ട് ചെയ്യാം. ഇനി എന്നിട്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ ആം ഹോളൊന്ന് കുഴിച്ചു വെട്ടാം. അതേപോലെ നമ്മുടെ സെൻറ്റർ, കൈയുടെ സെൻറ്ററും ഒന്ന് ഒരു കട്ട് കൊടുക്കും. അപ്പം നമ്മുടെ സ്ലീവ് വെട്ടിക്കഴിഞ്ഞു. ഇനി എന്നിട്ട് നമുക്കിതിന് വേണ്ടിയുള്ളത് അടുത്തത് ക്യാൻവാസ് വെട്ടണേ. ഞാൻ ഇതുപോലെ ഒരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ഈ ക്യാൻവാസിൻ്റെ നീളം എന്ന് പറയുന്നത് ഒരു 9.5 ഇഞ്ചും 6.5 ഇഞ്ച് വീതിയുള്ളൊരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 4.5 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്ത്. നെക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 4 ഇഞ്ച്. 4 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്ത്. എന്നിട്ട് ഈ സൈഡിലും 4 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്ത് എടുക്കുക. എന്നിട്ട് അതൊരു ബോക്സ് പോലെ അങ്ങ് വരയ്ക്കുക. എന്നിട്ട് നമുക്കിതുപോലെ ഇതിനകത്തിൽ ബോട്ട് നെക്കിൻ്റെ ഷേപ്പ് വരുത്തുക.
നമ്മൾ ബോട്ട് നെക്കിൻ്റെ ഷേപ്പ് വരയ്ക്കാൻ വേണ്ടി ആം ഹോൾ കർവ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ വരച്ചാൽ മതി. അപ്പം നമുക്ക് ബോട്ട് നെക്കിൻ്റെ ഷേപ്പ് കിട്ടും. ഇനി എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു കീ ഹോളിൻ്റെ വരയ്ക്കണം. അതിനുള്ള ലെങ്ത് എന്ന് പറയുന്നത് 2.25 ഇഞ്ചാണ്. 2.25 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് ഒരു 3/4 ഇഞ്ച് നമ്മളിവിടെ ഒരു സെൻറ്ററിൽ നിന്ന് വരയ്ക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ ഇങ്ങനൊരു ഷേപ്പും കൊടുക്കുക. കീ ഹോളിൻ്റെ ഇങ്ങനൊരു ഷേപ്പും കൊടുത്തു. ഇനി എന്നിട്ട് ഓരോ ഇഞ്ച് സ്പേസ് കൊടുക്കണേ. ഓരോ ഇഞ്ച് വെളിയിലോട്ട് ഓരോ ഇഞ്ച് സ്പേസ് കൊടുത്തിട്ട് എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. അപ്പം നമ്മൾ നമ്മുടെ ഈ കുർത്തിയുടെ സ്റ്റിച്ചിങ്ങിലോട്ട് പോകാമേ. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ കഴുത്തൊന്ന് സ്റ്റിച്ച് ചെയ്യാം. അതിനുവേണ്ടി ക്യാൻവാസിലാണെങ്കിൽ കഴുത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം. ആദ്യം നമ്മൾ ലൈനിങ്ങിൻ്റെ ഫ്രണ്ട് ഭാഗം നിവർത്തിയിട്ടു. അതിനു മേലെ നമ്മുടെ ഫ്രണ്ട് പീസും കൂടെ നിവർത്തിയിട്ട് ലൈനിങ്ങിൻ്റെ മേലെ നമ്മുടെ കുർത്തിയും കൂടെ വെച്ചിട്ടുണ്ട്. നല്ല തുണിയും വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഭാഗം മുകളിൽ കാണുന്നത് നല്ല ഭാഗമാണ്. ഈ നല്ല വശത്തോട്ട് നമ്മുടെ എന്നിട്ട് ഈ നമ്മൾ ക്യാൻവാസും കൂടെ ഇങ്ങനെ ചേർത്ത് വെക്കുക. എന്നിട്ട് നമ്മളിതുപോലെ പിൻ ചെയ്ത് ഒട്ടിച്ച് വെക്കണേ. എന്നിട്ട് നമ്മൾ ഈ ക്യാൻവാസിൻ്റെ തൊട്ടരികത്തൂടെ നമ്മൾ ക്യാൻവാസെ തൊടാതെ അരികത്തൂടെ നമ്മളൊരു സ്റ്റിച്ച് കൊടുക്കണേ. സ്റ്റിച്ച് കൊടുത്ത് ഈ ഭാഗത്ത് വന്ന് ഇങ്ങനെ ഇത് മുഴുവൻ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ അട്ടത്തിലിങ്ങനെ സ്റ്റിച്ച് കൊടുക്കണേ. അങ്ങനെ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമ്മളിതൊന്ന് കട്ട് ചെയ്യാൻ പോവാണേ. കട്ട് ചെയ്യുമ്പോൾ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് കട്ട് ചെയ്യണേ. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്നിട്ട് ഓരോ ഇഞ്ച് ഗ്യാപ്പിൽ ചെറിയ സ്റ്റിച്ചിങ്ങിൽ കൊള്ളാതെ ഓരോ കട്ട് ഇട്ട് കൊടുക്കുക. ഇനി എന്നിട്ട് നമ്മൾ ഓരോ കട്ട് കൊടുത്തു. നമുക്കിനി ഇതിങ്ങനെ തിരിച്ച് വെച്ചിട്ട് കുത്തി കൊടുത്താൽ അത് പെട്ടെന്ന് മാറിക്കഴിഞ്ഞു. കൂർത്ത എന്തെങ്കിലും ഭാഗം കൊണ്ട് അങ്ങനൊന്ന് ചെയ്ത് കൊടുക്കണേ. അതേപോലെ ഇപ്പുറത്തെ ഈ ഭാഗവും നമ്മൾ എന്തെങ്കിലും കൂർത്ത ഭാഗം കൊണ്ടൊന്ന് ചെയ്യും. അപ്പം നമ്മുടെ നെക്ക് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അയൺ ചെയ്യുക. അയൺ ചെയ്തിട്ട് നമ്മൾ ഇതിലേക്കൂടൊന്നും സ്റ്റിച്ചൊന്നും കൊടുക്കുന്നില്ല. എന്നിട്ട് നമ്മൾ ബാക്കിൽ ഇങ്ങനെ ഹെമ്മിങ് ചെയ്യുന്നതേ ഉള്ളേ. അപ്പോൾ ഇങ്ങനെ ഫ്രണ്ടിൽ സ്റ്റിച്ച് കൊടുക്കാതിരിക്കുന്ന ഏറ്റവും നല്ലത്. നമ്മളിങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് പിടിച്ച് വെച്ചിട്ട് അയൺ ചെയ്താൽ മാത്രം മതി. ഇനി എന്നിട്ട് ഇതിൻ്റെ നമുക്ക് ബാക്കിനേക്കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ബാക്കിൻ്റെ നല്ല വശം നമ്മൾ നിവർത്തിയിട്ടിട്ടുണ്ട്. അതിൻ്റെ മേലെ ലൈനിങ്ങിൻ്റെ നല്ല വശവും കൂടെ നിവർത്തിയിട്ടിട്ട് നമ്മൾ കറക്റ്റിന് ലെവലേ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നല്ല വശവും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളൊരു 1/4 ഇഞ്ചിൽ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യണേ. 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കണേ. നമ്മളങ്ങനെ 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഇനി എന്നിട്ട് ഓരോ ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് ചെറിയൊരു കട്ടിങ് കൊടുക്കാം. ലൈനിങ് തിരിച്ചിടണം. അപ്പം നമ്മുടെ ബാക്കിനൊക്കെ ഇങ്ങനെയാണ് കിട്ടുന്നത്. നമുക്കിനി ഒന്ന് ഈ ഷോൾഡർ തമ്മിലൊന്ന് ജോയിൻ്റ് ചെയ്യണേ. ഇത് ജോയിൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ലൈനിങ്ങും നല്ല തുണിയും ബാക്കി ഭാഗമാണ് നമ്മളിങ്ങനെ നിവർത്തിയിടുക. നിവർത്തി ഇങ്ങനെ ഇട്ടിട്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ ഈ ഷോൾഡറിൻ്റെ നല്ല വശം നല്ല തുണിയുടെ നല്ല വശവും കൂടെ വെച്ചിട്ട് നമ്മുടെ ലൈനിങ്ങും കൂടെ ഇങ്ങനെ വെക്കുക. നല്ല തുണി തമ്മിലും വെക്കുക, പിന്നെ ലൈനിങ് തമ്മിൽ
മുകളിൽ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് 1/2 ഇഞ്ചിൽ നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്ക് ഷോൾഡറിൻ്റെ ഈ സ്ലീവിൻ്റെ ആ ഭാഗം തൊട്ട് ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കണം. സ്റ്റിച്ച് കൊടുത്തിട്ട് ബാക്കിൽ ഒരു 1/4 ഇഞ്ചിൽ ഇങ്ങനെ അകത്തെ ലൈനിങ് തുണി കാണാതെ ഒരു 1/4 ഇഞ്ചിൽ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് നമ്മൾ എന്നിട്ട് ഈ സ്ലീവിൻ്റെ ഭാഗത്തൂടെ ഇറങ്ങണം. ഇതിലേക്കൂടെ വന്നിട്ട് എന്നിട്ട് ബാക്ക് സ്റ്റിച്ച് ചെയ്യുക. 1/4 ഇഞ്ചിൽ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് എന്നിട്ട് സ്ലീവിൻ്റെ ഷോൾഡറിൻ്റെ ഇവിടെ വന്നിട്ട് സ്ലീവിൻ്റെ ആ ഭാഗത്തോട്ട് ഇറങ്ങണം. അപ്പം നമ്മൾ ബാക്ക് നെക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാം. ഇനി നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാൻ പോവാണേ. സ്ലീവിൻ്റെ അറ്റത്ത് ഇങ്ങനൊരു പോർഷനുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ എത്ര കട്ട് ചെയ്താലും നമുക്ക് ഇങ്ങനൊരു പോർഷൻ കിട്ടും. അപ്പോൾ ഈ പോർഷനിൽ നമ്മളിപ്പം സ്ലീവിൻ്റെ അടിഭാഗം 1 ഇഞ്ചിൽ 1/2 ഇഞ്ച് മടക്കി പിന്നെ ഒരു 1/2 ഇഞ്ച് മടക്കി നമ്മൾ സ്റ്റിച്ച് അങ്ങ് ചെയ്താൽ മതി. എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ കൈ മടക്കുന്ന ഭാഗമായതുകൊണ്ട് ഇങ്ങനെ ഈ പ്ലെയിനായിട്ടുള്ള തുണി ഇരിക്കുന്നുണ്ട് നമ്മുടെ കൈ അധികം നോവത്തില്ല. പക്ഷേ അല്ലാതെ ഈ ഭാഗത്തിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൈയൊക്കെ മടക്കുമ്പോൾ നമ്മുടെ കയ്യിലിങ്ങനെ ചെറുതായിട്ടൊരു പിടുത്തം കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഭാഗത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാമേ. അഥവാ നിങ്ങൾക്ക് ഈ ഭാഗം വേണ്ടാന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഈ ഭാഗം ഒഴിവാക്കി സ്റ്റിച്ച് ചെയ്ത് തരാമേ. അപ്പോൾ നമ്മൾ 1/2 ഇഞ്ചിൽ മടക്കി പിന്നെ ഒരു 1/2 ഇഞ്ചിൽ മടക്കിയിട്ട് നമ്മളിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ 2 സ്ലീവും ചെയ്യണേ. അങ്ങനെ നമ്മൾ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്യാൻ പോവാന്നേ. എന്നിട്ട് നമ്മൾ നമ്മുടെ ഷോൾഡറിൻ്റെ സെൻറ്ററും നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്ററും കൂടെ ഒരുമിച്ച് വെക്കുക. അതേപോലെ നമ്മൾ ഈ ഭാഗത്ത് നമ്മുടെ ഫ്രണ്ട് വശം നമ്മൾ കുഴിച്ച് വെട്ടിയിട്ടുണ്ട്, ഫ്രണ്ടിൻ്റെ സ്ലീവ്. അതേപോലെ നമ്മുടെ ഫ്രണ്ടിൻ്റെ ആം ഹോളുമാണേ. അപ്പം അത് വരാൻ ശ്രദ്ധിക്കണം. ഫ്രണ്ടിലോട്ട് തന്നെ നമ്മൾ ഈ കുഴിച്ച് വെട്ടിയത് വരാൻ ശ്രദ്ധിക്കണേ. അപ്പം നമ്മുടെ സ്ലീവിൻ്റെ ഷോൾഡറിൻ്റെ സെൻറ്ററും തമ്മിൽ 1/2 ഇഞ്ചിൽ ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യുക, 1/2 ഇഞ്ചിൽ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ 2 സ്ലീവും ചെയ്തെടുക്കണേ. നമ്മളങ്ങനെ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ അവിടെ ഇങ്ങനെ ലോക്കും കൊടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്യാം. അപ്പം നമ്മൾ ഷേപ്പ് ചെയ്യാൻ പോകുന്നത് സ്ലീവിൻ്റെ അറ്റത്ത് ഈ ഭാഗത്ത് 5.5, നമ്മുടെ ഷോർട്ട് സ്ലീവിന് എടുത്തേക്കുന്നത് 7.5. എന്നിട്ട് അവിടുന്ന് ചെസ്റ്റിലേക്ക് ഒരു ലൈൻ കൊടുത്തു. അതേപോലെ ഈ സ്ലീവും ചെയ്തെടുത്തു. നമ്മുടെ ചെസ്റ്റുകൾ തമ്മിൽ 21 ഇഞ്ച്, അതിന് പകുതി കണ്ടിട്ട് 10.5 ഇഞ്ച് ഇങ്ങോട്ടും 10.5 ഇഞ്ച് അങ്ങോട്ടും. അതേപോലെ വേസ്റ്റിൻ്റെ ഭാഗത്ത് 9.5 ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ആ ഇത് വരച്ചിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെ നമ്മളൊന്ന് ഷേപ്പ് ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്ലിറ്റ് അടിക്കണേ. സ്ലിറ്റ് അടിക്കാൻ വേണ്ടി ആദ്യം 1/2 ഇഞ്ച് മടക്കുക, പിന്നെ ഒരു 1/2 ഇഞ്ചും കൂടെ മടക്കിയിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഈ ഭാഗത്തൂടെ നമ്മുടെ ഈ അറ്റത്തൂടെ നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം. സ്റ്റിച്ച് കൊടുത്തിട്ട് അങ്ങനെ ഈ ഭാഗത്തു നിന്ന് തുടങ്ങി ഈ ഭാഗം വരെയും നമ്മൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അതുപോലെ ഈ ഭാഗത്തും ഒരു സ്റ്റിച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ കുർത്തിയുടെ സ്ലിറ്റ് 2 അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടിഭാഗം ഒന്ന് മടക്കി എടുക്കണേ. അടിഭാഗത്ത് 1/2 ഇഞ്ചൊന്ന് മടക്കുക, പിന്നെ ഒരു 1/2 ഇഞ്ച് മടക്കി നമുക്ക് അടിഭാഗം 2 ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അപ്പം നമ്മുടെ കുർത്തിയുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പം നമ്മളാണെങ്കിൽ നെക്കിൽ ഇതുപോലെ ഒരു ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അപ്പം ഓഫീസ് വെയറൊക്കെ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഒരു കുർത്തി. അത് ഹക്കോബയിൽ തന്നെ നമ്മളൊരു സിമ്പിൾ കുർത്തി, അത്രയുള്ള എൻ്റെ പ്രത്യേകത. പിന്നെ നെക്കിൽ മാത്രമേ ഉള്ളൂ ഒരു ചെറിയ പ്രത്യേകതയുള്ളത്. നമ്മൾ ഈ ഷോ ബട്ടൺ വരുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കുർത്തി കാണാൻ. ഇപ്പം ടീൽ ബ്ലൂ കളറാണ്, റെയറായിട്ട് കിട്ടുന്ന ഒരു കളറാണ് ടീൽ ബ്ലൂ കളറ്. അപ്പം ഇതിൻ്റെ ഏത് സൈസിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ ഈ കുർത്തിയുടെ റേറ്റ് വരുന്നത് വെറും 599 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ ഷിപ്പിംഗ് ചാർജ് അതും കൂടെ വരുന്നുണ്ട്. അപ്പം വേണ്ടവരെല്ലാം ഓർഡർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു.